ഓക്കെ, എല്ലാവരും എത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ്, അതാണ് ഇന്ന് പഠിക്കുന്ന ടോപ്പിക്. പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ്. പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ്. പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു 4 സംഭവങ്ങളാണ് അല്ലേ? ഒരു 4 ഇക്വേഷൻസ് ആണ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഒരു പാട്ട് പോലെ നമ്മൾ കൊച്ചുപ്രായത്തിൽ പഠിച്ചു വെച്ചേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് അത് പഠിക്കുന്നത്. ആദ്യമായിട്ട് പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. അപ്പൊ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ തന്നെ പറയാം, നമ്മളൊക്കെ അന്ന് പാട്ട് പോലെ പഠിച്ചു വെച്ച ഒരു സാധനമാണ്. അത് പറയാം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എം എൻ, എ റൈസ് ടു 0 ഇസ് ഈക്വൽ ടു 1. ഇതാണ് സാധനം. അപ്പൊ ഇത് നമ്മൾ പണ്ട് പഠിക്കുന്നതാണ്. അപ്പൊ അതും അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം. ആദ്യം നമ്മുടെ ബേസിക് ആയിട്ടുള്ള 4 ഇക്വേഷൻസ് അങ്ങ് എഴുതാം. ഫസ്റ്റ്, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു a raised to m plus n. a raised to m divided by a raised to n is equal to a raised to m minus n. a raised to m the whole raised to n is equal to a raised to mn അല്ലെങ്കിൽ m into n. a raised to 0 is equal to 1. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 4 സംഭവങ്ങൾ. അപ്പൊ ഇതൊന്ന് ഒരു തവണ ഒന്ന് വായിച്ചു നോക്കിയേ, അതൊന്ന് ഒരു തവണ നമുക്കൊന്ന് പറയാം. ആദ്യത്തെ സാധനം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ. എ റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം എൻ. എ റൈസ് ടു 0 ഇസ് ഈക്വൽ ടു 1. എന്തൊക്കെയാണെന്ന് പറയാം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, അതായത് 2 കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ 2 പവറുകൾ ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ, 2 കൃത്യംഗങ്ങൾ ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആ താഴെയുള്ള ബേസ്, ഇതിനെ പറയുന്നത് ബേസ്, ഇതിനെ പറയുന്നത് എക്സ്പോണന്റ്. ഓക്കെ, ഇതിനെ പറയുന്നത് ബേസ്, ഇതിനെ പറയുന്നത് എക്സ്പോണന്റ്. അപ്പൊ താഴെയുള്ള ബേസ് അതുപോലെ തന്നെ എഴുതിയിട്ട്, ആ ബേസ് അതുപോലെ തന്നെ എഴുതിയിട്ട് മുകളിൽ വരുന്നത് കൂട്ടി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 2 കൃത്യംഗങ്ങൾ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ താഴെയുള്ള ബേസ് അതുപോലെ എഴുതിയിട്ട്, മാറ്റമൊന്നുമില്ലാതെ അങ്ങനെ തന്നെ എഴുതിയിട്ട് മുകളിലുള്ളത് തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. ഓക്കെ, ഇനി 2 കൃത്യംഗങ്ങൾ തമ്മിൽ ഹരിക്കാൻ വന്നാലോ? വീണ്ടും പഴയ പോലെ അതിന്റെ ബേസ്, ഇവിടുത്തെ ബേസ് എ ആണ്, ആ എ അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് അതിന്റെ പവറുകൾ ഉണ്ടല്ലോ, പവറുകൾ തമ്മിൽ കുറയ്ക്കുക. ഓക്കെ, അതിന്റെ പവറുകൾ തമ്മിൽ എമ്മും എന്നും തമ്മിൽ കുറയ്ക്കുക. ഇനി എ റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ, അതായത് ഒരു പവറിന്റെ മുകളിൽ മറ്റൊരു പവർ, ഒരു പവറിന്റെ വീണ്ടും അതിന്റെ പവർ എടുക്കുകയാണ്. ഓൾറെഡി പവർ ഉണ്ട്, അതിനെ വീണ്ടും ഒരു പവർ എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? എ റൈസ് ടു എം എൻ, എ റൈസ് ടു എം എൻ, അതായത് ആ പവറുകൾ തമ്മിൽ ഗുണിക്കുക. അവസാനമായിട്ട് എ റൈസ് ടു 0 ഇസ് ഈക്വൽ ടു 1, അതായത് എനി നമ്പർ റൈസ്ഡ് ടു ദ പവർ 0 ഇസ് ഈക്വൽ ടു 1. ഏത് നമ്പറിന്റെ ആയാലും പവർ 0 എന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു 4 ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. കാണാതെ പഠിച്ചല്ലോ, കാണാതെ പഠിച്ചല്ലോ അല്ലേ? യെസ്, കാണാതെ പഠിച്ചു. ഓക്കെ, കാണാതെ പഠിച്ചെങ്കിൽ അത് വെച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം.
ആദ്യത്തെ ക്വസ്റ്റ്യൻ 2⁻³ ഇൻറ്റു 2⁻². രണ്ടാമത്തത് 5⁻7 ഡിവൈഡഡ് ബൈ 5⁻4. മൂന്നാമത്തത് 6⁻3 2. നാലാമത്തത് 7⁻0. ഇത്രയാണ് 4 നമ്പേഴ്സ്. അപ്പോൾ ആദ്യം 2⁻3 ഇൻറ്റു 2⁻2, പിന്നീട് 5⁻7 ഡിവൈഡഡ് ബൈ 5⁻4, പിന്നീട് 6⁻3 അവസാനമായിട്ട് 7⁻0. ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്താണ് തന്നിരിക്കുന്നത്? ആദ്യം രണ്ട് പവറുകൾ തമ്മിൽ ഗുണിക്കാനാണ് തന്നിരിക്കുന്നത്. രണ്ട് പവറുകൾ തമ്മിൽ ഗുണിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചല്ലോ, ഇതുപോലെ രണ്ട് പവർ ഗുണിക്കാൻ വന്നാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അതിന്റെ മുകളിലുള്ളത് തമ്മിൽ കൂട്ടിയാൽ മതി അല്ലെ? അതായത് ഇതിന്റെ ആൻസർ 2⁻, താഴെയുള്ള 2 അതുപോലെ തന്നെ എഴുതുക, എന്നിട്ട് 3+2 എടുത്താൽ മതി. താഴെയുള്ള 2 അതുപോലെ തന്നെ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 3+2 എടുത്താൽ മതി. ഇനി താഴെയാണെങ്കിലോ 5⁻7 ഡിവൈഡഡ് ബൈ 5⁻4. രണ്ട് പവറുകൾ ഹരിക്കാനാണ് വന്നിരിക്കുന്നത്. അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? താഴെയുള്ള 5 അതുപോലെ തന്നെ എഴുതുക. ആ താഴെയുള്ള 5 അതുപോലെ തന്നെ എഴുതി, ബാക്കി എന്താണ്? 7-4 ആണ് ഇവിടെ ചെയ്യേണ്ടത്. 7-4 ആണ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ 6⁻3 ഒരു പവർ, ഓൾറെഡി 6ന് ഒരു പവർ ഉണ്ട് 3, അതിന്റെ മുകളിൽ വീണ്ടും ഒരു പവർ വന്നിരിക്കുകയാണ്. ഓൾറെഡി 6ന് പവർ ഉണ്ട്, വീണ്ടും അതിന് ഒരു പവർ കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുന്നത്? അങ്ങനെ വരുമ്പോ നമ്മൾ ചെയ്യുന്നത് 6⁻3 ഇൻറ്റു 2 ആണ് അവിടെ ചെയ്യുന്നത്. 6⁻3 ഇൻറ്റു 2 ആണ് അവിടെ ചെയ്യുന്നത്. അവസാനമായിട്ട് 7⁻0. 7⁻0ന്റെ ആൻസർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ 7⁻0 അല്ല, എനി നമ്പർ റൈസ് ടു 0, എനി നമ്പർ റൈസ്ഡ് ടു 0 ടു ദ പവർ 0, എനി നമ്പർ റൈസ്ഡ് ടു ദ പവർ 0. എന്തായിരിക്കും ആൻസർ? 1 ആയിരിക്കും. എനി നമ്പർ റൈസ്ഡ് ടു ദ പവർ 0 ഈസ് ഈക്വൽ ടു 1. ഏത് സംഖ്യയുടെയും സംഖ്യ അല്ല, ഏത് ക്വാണ്ടിറ്റി എന്തോ ആയിക്കോട്ടെ, കെയോ എയോ ബിയോ എന്നോ 1000ഓ 7ഓ 100ഓ എന്തോ ആയിക്കോട്ടെ, അതിന്റെ മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ചെയ്യാം. 2⁻3+2 എന്ത് കിട്ടും? 2�5 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 5⁻7-4 3 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 6⁻6 കിട്ടും. ഇവിടെ 1 തന്നെ. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ 2⁻3 ഇൻറ്റു 2⁻2ന്റെ ആൻസർ എന്താണ്? 2�5. 5⁻7 ബൈ 5⁻4, അതിന്റെ ആൻസർ എന്താണ്? 5⁻3. 6⁻3 the whole raised to 2 എന്താണ്? 6⁻6. 7⁻0 is equal to 1. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള 4 ഓപ്പറേഷൻസ് ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റാത്തതാണ്. വോയിസ് ഉണ്ട്. വോയിസ് ഇപ്പോ ഇല്ലാത്തയാണോ? എനിക്ക് കേൾക്കാൻ പറ്റാത്തയാണോ? കേൾക്കാൻ വോയിസ് ഉണ്ട്. ഇനി കേൾക്കാൻ പറ്റാത്തതാണോ? വോയിസ് ഉണ്ടോ? ദുജിത്ത് KM. ഓക്കെ, ദുജിത്തെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? വോയിസ് ഇല്ലേ? വോയിസ് വരുന്നില്ലേ? വോയിസ് ഉണ്ടോ? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, വോയിസ് കേൾക്കുന്നില്ലേ? ഒന്നും വരുന്നില്ല, ഒരു കമന്റും വരുന്നില്ലല്ലോ. ഓക്കെ, വോയിസ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇതാണ് 4 ബേസിക് ഓപ്പറേഷൻസ്. പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ്, കൃത്യംഗങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള 4 ഓപ്പറേഷൻസ് ആണിത്. a⁻m into a⁻n, a⁻m+n, a⁻m by divided by a⁻n is equal to a⁻m-n, a⁻m the whole raised to n
ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം എൻ അല്ലെങ്കിൽ എം ഇൻറ്റു എൻ. അവസാനമായിട്ട് എ റൈസ് ടു 0 ഈസ് ഈക്വൽ ടു 1. അപ്പൊ ആ 4 ബേസിക് ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാം. ഇതിന്റെ തന്നെ കുറച്ചുകൂടെ ചെയ്യാം നമുക്ക്. എഴുതിക്കോ. എക്സ് റൈസ് ടു 10 ഇൻറ്റു എക്സ് റൈസ് ടു 5ന്റെ വില എന്ത്? എക്സ് റൈസ് ടു 10 ഇൻറ്റു എക്സ് റൈസ് ടു 5ന്റെ വില എന്ത്? എക്സ് റൈസ് ടു 10 ഇൻറ്റു എക്സ് റൈസ് ടു 5ന്റെ വില എന്ത്? എക്സ് റൈസ് ടു 10 ഇൻറ്റു എക്സ് റൈസ് ടു 5ന്റെ വില എന്ത്? എക്സ് റൈസ് ടു 10 ഇൻറ്റു എക്സ് റൈസ് ടു 5ന്റെ വില എന്ത്? എന്ത് കിട്ടും പറഞ്ഞോ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്നല്ലേ വന്നിരിക്കുന്നത്, ഗുണിക്കാനല്ലേ വന്നിരിക്കുന്നത്. രണ്ട് കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിക്കാനാണ് വന്നിരിക്കുന്നത്. രണ്ട് കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിക്കാൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? അതിന്റെ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് എക്സ് റൈസ് ടു എക്സ് അതുപോലെ തന്നെ എഴുതും. പിന്നെന്താ ചെയ്യുന്നത്? 10 + 5, 10 5 കൂടെ കൂട്ടിയാൽ മതി, 15. അപ്പോൾ എക്സ് റൈസ് ടു 10 ഇൻറ്റു എക്സ് റൈസ് ടു 5. അതിന്റെ ആൻസർ എന്താണ്? എക്സ് റൈസ് ടു 15. ഒരെണ്ണം കൂടെ ചെയ്തോ. 4 റൈസ് ടു 10 ഇൻറ്റു 4 റൈസ് ടു 10 ഇൻറ്റു 8 റൈസ് ടു 5. 4 റൈസ് ടു 10 ഇൻറ്റു 8 റൈസ് ടു 5. 4 റൈസ് ടു 10 ഇൻറ്റു 8 റൈസ് ടു 5. 4 റൈസ് ടു 10 ഇൻറ്റു 8 റൈസ് ടു 5. ഒന്ന് ചെയ്തേ. ഫോർ റൈസ് ടു 10 ഇൻറ്റു 8 റൈസ് ടു 5 എന്ത് കിട്ടി? 4 റൈസ് ടു 10 ഇൻറ്റു 8 റൈസ് ടു 5. ആൻസർ എന്ത് കിട്ടി? 2 റൈസ് ടു 35 കിട്ടില്ലേ? അപ്പൊ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, ബേസ് സെയിം അല്ല. നോക്കിയേ, ഇവിടെ ബേസ് സെയിം അല്ല. ബേസ് സെയിം ആണെങ്കിലേ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ബേസ് സെയിം ആണെങ്കിലേ നമുക്ക് കൃത്യംഗങ്ങളിൽ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ബേസ് സെയിം ആണെങ്കിലേ ചെയ്യാൻ പറ്റൂ. ഇവിടെ ബേസ് സെയിം ആണോ? അല്ല, ഇവിടെ ബേസ് സെയിം അല്ല. ഒരിടത്ത് ബേസ് എന്താണ്? ഒരിടത്ത് ബേസ് 4ഉം ഒരിടത്ത് ബേസ് 8ഉമാണ്. ഒരിടത്ത് ബേസ് 4ഉം ഒരിടത്ത് ബേസ് 8ഉമാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 4നെയും 8നെയും എന്തിന്റെ പവർ ആക്കാൻ പറ്റും? 4നെയും 8നെയും എന്തിന്റെ പവർ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും? 4നും 8നും ഒരുപോലെ ഇഷ്ടമുള്ള ഒരാളുണ്ട്. ആരാണത്? ആരാണ്? 2. 4നും 8നും ഒരുപോലെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. ആരാണത്? 2ആണ്. 4നെ 8നെയും 2ന്റെ പവറിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 4നെ 8നെയും 2ന്റെ പവറിൽ എഴുതാൻ പറ്റും. 4നെ എങ്ങനെ എഴുതാം? 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ 2 റൈസ് ടു 2 എന്ന് എഴുതാം അല്ലേ? 4നെ നമുക്ക് 2 റൈസ് ടു 2 എന്ന് എഴുതാം. ഇനി അതിന്റെ മുകളിൽ 4നെ 2 റൈസ് ടു 2 എന്ന് എഴുതി. അതിന്റെ മുകളിൽ എന്ത് വരും? അതിന്റെ മുകളിൽ ഒരു 10 വരും. 4നെ 2 റൈസ് ടു 2 എന്ന് എഴുതി. അതിന്റെ മുകളിൽ ഒരു 10 എഴുതി. അതിന്റെ മുകളിൽ ഒരു 10 എഴുതി. ഗുണം. ഇനി 8നെ എങ്ങനെ എഴുതാം? നമുക്ക് 8നെ എങ്ങനെ എഴുതാം? 8നെ 2 റൈസ് ടു 3 എന്ന് എഴുതാം ഇല്ലേ? 8നെ 2 റൈസ് ടു 3 എന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് വരും? അതിന്റെ മുകളിൽ വീണ്ടും എന്ത് വരും? ഒരു പവർ വരും, 5 വരും അല്ലെ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഏതാണ്ട് നമ്മൾ പഠിച്ച ഫോമിലായല്ലോ. ഇപ്പൊ നമ്മൾ ഏകദേശം പഠിച്ച രൂപത്തിലായി. നമ്മൾ പഠിച്ചു വെച്ച ഇക്വേഷൻ രൂപത്തിൽ കിട്ടി. ഇനി നമുക്ക് ചെയ്യാം. ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 2 റൈസ് ടു 2 അതിന്റെ മുകളിൽ 10 വന്നു. 2 റൈസ് ടു 2 അതിന്റെ മുകളിൽ 10 ഇല്ലേ? 2 റൈസ് ടു 2 ഹോൾ റൈസ് ടു 10. ഇങ്ങനെ വന്നാൽ എന്താണ് ചെയ്യുന്നത്? ഒരു പവറിന്റെ മുകളിൽ മറ്റൊരു പവർ വന്നാൽ എന്താ ചെയ്യുന്നത്? ഇത് തമ്മിൽ കണക്റ്റിംഗ് ആണോ? ക്ലാസ് കണക്റ്റിംഗ് ആണോ കാണിക്കുന്നത്? എല്ലാവർക്കും കിട്ടുന്നില്ലേ? ക്ലാസ് കിട്ടുന്നില്ലേ? കണക്റ്റിംഗ് ആണോ കാണിക്കുന്നത്? ഓക്കെ അല്ലേ? ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ, കണക്റ്റിംഗ് അല്ലല്ലോ. അവിടുത്തെ റേഞ്ച് പ്രോബ്ലം ഇല്ല. ഇവിടെ റേഞ്ച് പ്രോബ്ലം ഇല്ല, 5G ആണ്, അൺലിമിറ്റഡ്
60 GB നെറ്റ് ഉണ്ട് ഒരു ദിവസം. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ ഈസിക്കൽ നമുക്ക് എങ്ങനെ ചെയ്യാം? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് നെറ്റ് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാം. ഓക്കെ, കേൾക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? 2⁻2 അതിന്റെ മുകളിൽ 10 അല്ലേ? 2⁻2 അതിന്റെ മുകളിൽ 10. 8നെ എങ്ങനെയാണ് 2⁻3 എന്ന് എഴുതാൻ പറ്റുന്നത്? അതായത് ആര്യ 8 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 അല്ലേ? 8 എന്ന് പറഞ്ഞാല് 2 ഗുണം 2 ഗുണം 2 അല്ലേ? 2 ഗുണം 2 ഗുണം 2. അതായത് എന്ത് എഴുതാം നമുക്ക്? 2 ഗുണം 2 ഗുണം 2 എത്ര 2 വരുന്നുണ്ട്? 2 3 തവണ. 2 3 തവണ ഗുണിക്കണം 2⁻3. മനസ്സിലായോ കാര്യം? 8നെ 2⁻3 എന്ന് എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി. ഇനി നമുക്ക് ചെയ്യാം. ബാക്കി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2⁻2 അതിന്റെ മുകളിൽ 10. ഇങ്ങനെ ഒരു പവറിന് മുകളിൽ മറ്റൊരു പവർ വന്നാൽ എന്താ ചെയ്യുന്നത്? ഇത് തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? 10ഉം 2ഉം കൂടെ ഗുണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 2⁻2 ഈ 10ഉം 2ഉം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 10 ഗുണം 2 20 കിട്ടും. 10 ഗുണം 2 20 കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റു 2⁻3 × 5. 3ഉം 5ഉം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 3 × 5 എടുത്താൽ മതി. അപ്പോൾ അവിടെ എന്ത് കിട്ടും? 2⁻15 എന്ന് കിട്ടും. അപ്പൊ 2⁻20 ഗുണം 2⁻15. 2⁻20 2⁻20 × 2⁻15. ഇപ്പൊ നമ്മൾ പഠിച്ച ഫോമിലായല്ലോ. ഇപ്പൊ നമ്മൾ പഠിച്ച ഫോമിൽ കിട്ടി. ഇനി എങ്ങനെയാ ചെയ്യുന്നത്? 2⁻20ഉം 15ഉം കൂടെ കൂട്ടണം അല്ലേ? 20ഉം 15ഉം കൂടെ കൂട്ടണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പവറുകൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടുന്നത്. 20ഉം 15ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 35. 2⁻35. 2⁻35. മനസ്സിലായി? ഒന്ന് നോക്കിയേ, മനസ്സിലായോ നോക്കിയേ? മനസ്സിലായ നോക്കിയിട്ട് ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോന്ന് പറഞ്ഞാൽ നോക്കിയിട്ട്. ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ നോക്കിയേ. ഓക്കെ ഓക്കെ ആണല്ലോ. ഇതൊക്കെ ബേസ് ആണ്. ഇതൊക്കെ ബേസ് ആണ്. ഈ ബേസ് ക്ലിയർ ആയിട്ട് ഇതിൽ നിന്ന് വേണം നമ്മൾ മേപ്പോട്ട് ഇനി പോവാൻ, കിട്ടിക്കൊണ്ട് പോവാൻ. ഇതൊക്കെ ബേസ് ആണ്. ബേസിൽ സംശയം വരല്. ഇതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടിസ്ഥാനത്തിൽ സംശയം വരല്. തറവാക്കി പോവുക. ഓക്കെ ആണല്ലോ. ഓക്കെ 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 ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. A⁻20 divided by A⁻4. 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 A⁻20 divided by A⁻4 എത്ര കിട്ടും? A⁻16 അല്ലേ? A⁻16. A⁻16. ആൻസർ A⁻16. എങ്ങനെയാണ് A⁻16 കിട്ടുന്നത്? എന്താണ് അതിന്റെ റൂള്? രണ്ട് പവറുകൾ തമ്മിൽ ഹരിക്കാൻ വന്നിരിക്കുകയാണ് അല്ലെ? രണ്ട് പവറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരു പവറിനെ മറ്റൊരു പവർ കൊണ്ട് ഹരിക്കാൻ തന്നിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുകയാണ്. ഹരിക്കാൻ തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അതിന്റെ പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി അല്ലെ? ഹരിക്കാൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി. അതായത് A⁻2 ഈ ബേസ് ആയിട്ടുള്ള A അതുപോലെ തന്നെ എഴുതും, ബേസ് ആയിട്ടുള്ള A അതുപോലെ തന്നെ എഴുതും. പവറായിട്ട് 20-4 വരും അല്ലെ? പവറായിട്ട് 20-4 വരും. അതായത് A⁻20 4 പോയി കഴിഞ്ഞാൽ 16. A⁻16. അപ്പൊ A⁻20 ഡിവൈഡഡ് ബൈ A⁻4. അതിന്റെ ആൻസർ എന്താണ്? A⁻16 ആണ്. മനസ്സിലായോ? റൂൾ ഏതാണ്? നമ്മുടെ റൂൾ ഏതാണ്? A⁻m by A⁻n is equal to A⁻m minus n. ഓക്കെ ആണല്ലോ. ഓക്കെ, 10⁻150 ഡിവൈഡഡ് ബൈ 10⁻146.
10⁻150 ഡിവൈഡ് ബൈ 10⁻146. 10⁻150 ഡിവൈഡ് ബൈ 10⁻146. 10⁻150 ഡിവൈഡ് ബൈ 10⁻146. 10⁻150 ഡിവൈഡ് ബൈ 10⁻146. ഓപ്ഷൻ 1000, 10,000, 1,00,000, 10⁻6. ഓപ്ഷൻ 1000, 10,000, 1,00,000, 10⁻6. ഓക്കെ, എന്ത് കിട്ടും? ഉത്തരം എന്ത് കിട്ടും? ഉത്തരം 10,000 അല്ലേ? ഉത്തരം 10,000. ഇത് നമ്മൾ പഠിച്ച റൂള് തന്നെ, a⁻m ഡിവൈഡഡ് ബൈ a⁻n. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ബേസ് സെയിം ആണോ നോക്കുക. ഓക്കെ, ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നോക്കേണ്ട കാര്യം ബേസ് ഒരുപോലെയാണോ നോക്കുക. ബേസ് എന്ന് പറഞ്ഞാൽ ഈ താഴെ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ബേസ് എത്രയാണ്? ഇവിടുത്തെ ബേസ് 10, ഇവിടുത്തെ ബേസ് എത്രയാണ്? 10 തന്നെയാണ്. അപ്പൊ ബേസ് ഒരുപോലെയാണോ നോക്കുക. ബേസ് ഒരുപോലെയാണെങ്കിൽ നമ്മുടെ റൂൾ ഉപയോഗിക്കാം, a⁻m ബൈ a⁻n. ആ റൂൾ ഉപയോഗിക്കാം. അപ്പൊ എന്ത് കിട്ടും? = 10⁻150 മൈനസ് 146. എത്ര കിട്ടും? 10⁻150 146 എത്ര കിട്ടും? 10⁻4. 10⁻4. 10⁻150 മൈനസ് 10⁻146. ഉത്തരം എത്ര കിട്ടും? 10⁻4. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെ 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 ആണെങ്കിൽ അടുത്ത ഇതിലോട്ട് പോവാം. ഓക്കെ ആണെങ്കിൽ അടുത്ത സംഭവത്തിലോട്ട് പോവാം. ഓക്കെ, എക്സ്ട്രാ ഒരു റൂൾ കൂടെ ഉണ്ട്. ഒരു രണ്ട് റൂളുണ്ട്, അതുകൂടെ പഠിക്കാം. എക്സ്ട്രാ ഒരു 2 റൂൾ കൂടെ വരുന്നുണ്ട്. നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള 4 എണ്ണത്തിന്റെ കൂടെ ഈ ഒരു 2 എണ്ണം കൂടെ പഠിച്ചു വെച്ചോ. ആ ബേസിക് ആയിട്ടുള്ള 4 എണ്ണത്തിന്റെ കൂടെ എക്സ്ട്രാ ഒരു 2 എണ്ണം കൂടെ പഠിച്ചു വെച്ചോ. അതിലൊന്നാണ് ഇത് 1 by x⁻n. ഓക്കെ, 1 by x⁻n. ഇതുപോലെ 1 by x⁻n എന്ന് വരികയാണ്. ഇതിന്റെ ആൻസർ എന്താണ്? 1 by x⁻n ന്റെ ആൻസർ എത്രയാണ്? എന്താണ്? 1 by x⁻n. 1 by x⁻n. എന്താണ് അതിന്റെ ആൻസർ? x⁻n അല്ലേ? അതിന്റെ ആൻസർ ആണ് x⁻n. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? താഴെ ഇതുപോലെ ഒരു പവർ വന്നു കഴിഞ്ഞാൽ 1 by x⁻n, അതായത് 1ന്റെ അംശത്തിൽ 1ഉം അംശത്തിൽ 1ഓ ഏത് സംഖ്യയോ 1ഓ 2ഓ എനി നമ്പർ അംശത്തിൽ ഏതെങ്കിലും വന്നോട്ടെ, താഴെ ഛേദത്തിൽ ഇതുപോലെ x⁻n എന്ന് വന്നു കഴിഞ്ഞാൽ, താഴെ ഛേദത്തിൽ ഇതുപോലെ x⁻n എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? അതിനെ അങ്ങ് അംശത്തിൽ കൊണ്ടുപോവാ. അംശത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ മൈനസ് അങ്ങ് മാറിയിട്ട് അതെന്താവും? പ്ലസ് ആകും. മനസ്സിലായോ? അപ്പോൾ ഛേദത്തിന്ന് അംശത്തിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മൈനസ് മാറിയിട്ട് അത് പ്ലസ് ആവും. തിരിച്ചതുപോലെ അംശത്തിൽ മൈനസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഛേദത്തിലോട്ട് കൊണ്ടുവന്നാലോ അപ്പോഴും എന്താവും? അതിന്റെ ചിഹ്നം മാറിയിട്ട് അത് പ്ലസ് ആകും. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്ര ആലോചിച്ച് നോക്കുക. അംശവും ഛേദവും തമ്മിൽ അംശത്തിൽ നിന്നും ഛേദത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റുന്ന സമയത്ത് എന്ത് മാറും? അതിന്റെ ആ പവറിന്റെ ചിഹ്നം മാറും. മൈനസ് ആയിട്ടുള്ളത് പ്ലസ് ആവും, പ്ലസ് ആയിട്ടുള്ളത് മൈനസ് ആവും. മനസ്സിലായോ? അപ്പൊ താഴെ ഇവിടെ ഛേദത്തിലുള്ളത് അംശത്തിലോട്ട് മാറ്റുകയാണ്. അപ്പൊ x⁻n. മുകളിൽ പോകുമ്പോ എന്താവും? x⁻n എന്നാവും. മനസ്സിലായോ? അപ്പോൾ 1 by x⁻n ന്റെ ആൻസർ എന്താണ്? x⁻n ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്, കാണാൻ പഠിച്ചു വെച്ചോ. 1 by x⁻n is equal to x⁻n. ഇതിന്റെ തിരിച്ചെഴുതാലോ, ഒരെണ്ണം കൂടെ എഴുതാലോ. 1 by x⁻n എഴുതാലോ. അതെങ്ങനെ എഴുതാം? 1 by x⁻n എങ്ങനെ എഴുതാം നമുക്ക്? 1 by x⁻n 1 by x⁻n എങ്ങനെ മാറ്റി എഴുതാം? പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞോ. 1 by x⁻n എങ്ങനെ എഴുതാം? 1 by x⁻n എങ്ങനെ എഴുതാം? യെസ്, x⁻n
മൈനസ് എൻ എന്ന് എഴുതാം അല്ലേ? എക്സ് റൈസ് ടു മൈനസ് എൻ എന്ന് എഴുതാം. എക്സ് റേ അതായത് ഇവിടെ എക്സ് റൈസ് ടു എൻ ആണ്, അത് മുകളിൽ പോകുമ്പോൾ എന്താവും? അതായത് മുകളിൽ പോകുമ്പോൾ എക്സ് റൈസ് ടു മൈനസ് എൻ എന്നാവും. ആ വ്യത്യാസം മനസ്സിലായോ? മൈനസ് എൻ മുകളിൽ പോയപ്പോൾ പ്ലസ് എൻ ആയി, പ്ലസ് എൻ മുകളിൽ പോയപ്പോൾ മൈനസ് എൻ ആയി. വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ, ഒരെണ്ണം കൂടെ പഠിക്കുക. ക്ലിയർ ആയെങ്കിൽ ഒരെണ്ണം കൂടെ പഠിച്ചു വെക്കുക. റൂട്ട് ഓഫ് എക്സ് റൈസ് ടു എൻ അല്ലെങ്കിൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എക്സ് റൈസ് 1/2 ആണ്. ഓക്കെ, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ പവറായിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും നമ്മള്? റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. വെറും റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാം അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാം. എക്സ് റൈസ് ടു 1/2. ശരിക്കും റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? പവറായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് റൈസ് ടു 1/2 എന്നാണ് എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സ്ക്വയർ റൂട്ട് ആണ്. അതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് എക്സ്, അതിനെ എങ്ങനെ എഴുതാം നമുക്ക്? ക്യൂബ് റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് എക്സിനെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സിനെ എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതി. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂബ് ഓഫ് എക്സ് എഴുതാം. യെസ്, എക്സ് റൈസ് ടു 1/3. എക്സ് റൈസ് ടു 1/3 എന്ന് എഴുതാം നമുക്ക്. എക്സ് റൈസ് ടു 1/3. അതുപോലെ ഇനി ഫോർത്ത് റൂട്ട് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? ഫോർത്ത് റൂട്ട് ഓഫ് എക്സിനെ എക്സ് റൈസ് ടു 1/4 എന്ന് എഴുതാം. എക്സ് റൈസ് ടു 1/4 എന്ന് എഴുതാം. അങ്ങനെ പോയി അങ്ങനെ എഴുതി അവസാനം nth റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? nth റൂട്ട് ഓഫ് എക്സിനെ അങ്ങനെ എഴുതി nth റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 1/n അല്ലേ? nth റൂട്ട് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം നമുക്ക്? എക്സ് റൈസ് ടു 1/n എന്ന് എഴുതാം. nth റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 1/n. മനസ്സിലായോ? nth റൂട്ട് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 1/n. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ നോക്കി വെച്ചോ. nth റൂട്ട് ഓഫ് എക്സ് എന്ന് വരും, അതിന്റെ മുകളിൽ പവർ ഒരു m കൂടെ വരും, റൈസ് ടു m എന്ന് കൂടെ വരുവാണ്. അതായത് ഇപ്പൊ റൂട്ട് എക്സ് അതിന്റെ മുകളിൽ ഒരു m കൂടെ വീണ്ടും ഒരു പവർ വരുവാണ്. അതിനെങ്ങനെ എഴുതുന്നത്? ഇതിനെ എങ്ങനെ എഴുതുന്നത്? ആർക്കെങ്കിലും പറയാമോ? nth റൂട്ട് ഓഫ് എക്സ് അതിന്റെ മുകളിൽ m എന്ന് പറഞ്ഞൊരു പവർ കൂടെ വരികയാണ്. nth റൂട്ട് ഓഫ് എക്സ് റൈസ് ടു m, അതിനെ എങ്ങനെ എഴുതുന്നത്? ആർക്കെങ്കിലും പറയാമോ? x raised to 1/n all raised to m. അപ്പൊ എങ്ങനെ വരും അത്? എക്സ് റൈസ് ടു 1/n റൈസ് ടു m എന്ന് വരും. അതായത് അതിനെ എങ്ങനെ എഴുതാം? അതായത് nth റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എക്സ് റൈസ് ടു 1/n എന്ന് എഴുതാം. അതിന്റെ മുകളിൽ വീണ്ടും എന്ത് വരികയാണ്? ഒരു m വരികയാണ്. അങ്ങനെ ഒരു പവറിന്റെ മുകളിൽ വീണ്ടും ഒരു പവർ വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് തമ്മിൽ ഗുണിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത് തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. എക്സ് റൈസ് ടു m/n. എക്സ് റൈസ് ടു ഇത് തമ്മിൽ ഗുണിക്കാം. 1/n-നെയും m-നെയും തമ്മിൽ ഗുണിക്കാം. 1/n-നെ m-നെ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? 1/n-നെയും m-നെയും കൂടെ ഗുണിക്കാം. ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? m/n എന്ന് കിട്ടും. അപ്പൊ എക്സ് റൈസ് ടു m/n അങ്ങനെ കിട്ടും. അപ്പൊ അതുകൂടെ പഠിച്ചു വെക്കുക. nth റൂട്ട് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു m, അതിന്റെ ആൻസർ എന്താണ്? എക്സ് റൈസ് ടു
എം ബൈ എൻ. അപ്പൊ ഇത്രയാണ് പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫോർമുലാസ്. അങ്ങനെ ഒരു കാര്യം കൂടെ പറയാം, പഠിച്ചാലും തീരത്തില്ല, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഒരു കാര്യം കൂടെ പറയാം, ഒന്നുകൂടെ പറയാം. അപ്പൊ ഇത്ര ഓക്കെ ആണല്ലോ, ഇതുവരെ പറഞ്ഞല്ലോ ഓക്കെ ആണല്ലോ. ഇതുവരെ പറഞ്ഞല്ലോ ഓക്കെ ആണല്ലോ. അതെ, സംശയമൊന്നുമില്ലല്ലോ. ഇത് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം, ഒന്നുകൂടെ പറയാം. എ റൈസ് ടു എം ഇസിക്കൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ, എ റൈസ് ടു എൻ ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും ഇതിൽ നിന്ന്? എ റൈസ് ടു എം ഇസിക്കൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ ഇതിൽ നിന്നും എന്ത് കൺക്ലൂഷനിൽ, എന്ത് നിഗമനത്തിൽ എത്താൻ പറ്റും? ആ യെസ്, അതാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും നമുക്ക്? എ റൈസ് ടു എം ഇസിക്കൽ ടു, അതായത് ബേസ് രണ്ടും സെയിം ആണ്, ബേസ് രണ്ടും സെയിം ആണ്, ഇത് മൊത്തത്തിലും സെയിം ആണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് രണ്ടും സെയിം ആണ്, ഈ ഒരു പവറും മൊത്തത്തിൽ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എം ഈക്വൽ ടു എൻ ആയിരിക്കും, എം ഈക്വൽ ടു എൻ ആയിരിക്കും. ഓക്കെ, അതൊരു സംഭവം. ഇനി അതുപോലെ വേറെണ്ണം പറയാം. എ റൈസ് ടു എം ഇസിക്കൽ ടു ബി റൈസ് ടു എം ആണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് പറയാം? എ റൈസ് ടു എം ഇസിക്കൽ ടു ബി റൈസ് ടു എം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഏത് കൺക്ലൂഷനിലെത്താം? ആ യെസ്, എ ഈക്വൽ ടു ബി ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് പറയാം എ ഈക്വൽ ടു ബി ആയിരിക്കും. കാരണം മുകളിലുള്ള പവർ ഉണ്ട് സെയിം, അങ്ങനെയാണെങ്കിൽ താഴെയുള്ളതും സെയിം ആയേ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് വഴിയെ പറയാം. തൽക്കാലം ബേസിക് ആയിട്ട് ഇത്ര സംഭവങ്ങൾ ഇരിക്കട്ടെ, അത് വെച്ചിട്ട് നമുക്ക് കണക്കുകൾ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓക്കെ ആണല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. 1 by 8 raised to minus 5 by 3. 1 by 8 raised to minus 5 by 3. ഇതിന്റെ ആൻസർ ഒരു 8:36 ക്വസ്റ്റ്യൻ തന്ന്. 8:37 മുമ്പ് കണ്ടുപിടിച്ച ആൻസർ കമന്റ് ചെയ്യുന്നവർക്ക് 8 raised to 5 by 3 അല്ലേ? എനിക്ക് ഫൈനൽ ആൻസർ വേണം കേട്ടോ, ഫൈനൽ ഒരു ആൻസർ ആയിട്ട് തന്നെ വേണം. നിങ്ങൾ കമന്റ് ചെയ്തേക്കുന്നതിനകത്ത് ശരി ഉത്തരവൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കത് കുറച്ചുകൂടെ ഇതായിട്ട് വേണം, സിമ്പിൾ ആയിട്ട് വേണം. ഏറ്റവും സിമ്പിൾ ആക്കി എങ്ങനെ എഴുതാൻ പറ്റും അത്രയും സിമ്പിൾ ആയിട്ട്. യെസ്, 2 raised to 8 വരുമോ? ഒന്നുകൂടെ നോക്കിയേ. 2 raised to 5 ആണോ? 2 raised to 2 raised to 5. 2 raised to 5. 2 raised to 5 നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി എങ്ങനെ പറയാം? 32. 32. അപ്പൊ ഫൈനൽ ആൻസർ 32. ആൻസർ 32. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ആൻസർ 32. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിഹ്നം മാറ്റലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് താഴെ 8 raised to minus 5 by 3 എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അതിനെ അങ്ങ് മുകളിൽ കൊണ്ടുപോകാമല്ലോ. 8 raised to minus 5 by 3 നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൊത്തത്തിൽ അങ്ങ് മുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 8 raised to 5 by 3 എന്ന് എഴുതാമല്ലോ. സംശയമുണ്ടോ? ഈ എഴുതിയേക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? 1 by 8 raised to minus 5 by 3 ഞാൻ അങ്ങ് മുകളിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ എഴുതി? 8 raised to 5 by 3 എന്ന് എഴുതി. ഓക്കെ ആണോ? ആ സ്റ്റെപ്പ് ഓക്കെ ആണോ? ആ സ്റ്റെപ്പിൽ എന്തായാലും സംശയം പറയണേ. ഓക്കെ, ആ സ്റ്റെപ്പ് ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 8 raised to 5 by 3 അതിനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടേക്കാം. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 8നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8നെ നമുക്ക് വേറെ ഏതെങ്കിലും രീതി എഴുതാൻ പറ്റും? 8
8 എന്ന് പറഞ്ഞാൽ 2 2/3 എന്ന് എഴുതാം. കാരണം 8 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 ആണ്. 2 ഗുണം 2 4, 4 ഗുണം 2 8. അതായത് 8 നമുക്ക് 2 into 2 into 2 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി 2⁻³ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 8 നമുക്ക് 2⁻³ എന്ന് എഴുതാൻ പറ്റും. ആ 2⁻³ നമുക്ക് ഇവിടെ കൊടുക്കാം. 8 പകരം 2⁻³ എന്ന് എഴുതി. 8 പകരം 2⁻³ എന്ന് എഴുതി. ഇനി അതിന്റെ പവർ ആയിട്ട് എന്ത് വരുന്നുണ്ട്? 5/3 എന്ന് വരുന്നുണ്ട്. 5/3. നോക്കിയേ, നമ്മൾ പഠിച്ച ഏതോ ഒരു സംഭവത്തിന്റെ ഫോമുലല്ലേ കിടക്കുന്നത്? എന്തിന്റെ ഫോമുല കിടക്കുന്നത്? നമ്മൾ പഠിച്ച കുറെ ആ ഫോർമുലാസിൽ എന്തിന്റെ രൂപത്തിലാണ് ഇത് കിടക്കുന്നത്? 2⁻³ the whole raised to 5/3. എന്തിന്റെ ഫോമുലാണ്? പറഞ്ഞോ, എന്തിന്റെ ഫോമുല? യെസ്, a⁻m പ്ലസ് എന്നോ? A⁻m the whole raised to n. യെസ്, a⁻m the whole raised to n ന്റെ ഫോമിലാണ് കിടക്കുന്നത്. a⁻m the whole raised to n ന്റെ ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഒരു പവറിന്റെ മുകളിൽ വേറൊരു പവർ വന്നു. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? a⁻m അതിന്റെ മുകളിൽ വീണ്ടും ഒരു പവർ വരുന്നു അല്ലെ? അങ്ങനല്ലേ കിടക്കുന്നത്? ആ രൂപത്തിലല്ലേ ഇത് കിടക്കുന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോടെ ചെയ്യുന്നത്? a⁻m into n ആണ്. അങ്ങനെ വന്നാൽ അതിന്റെ ആൻസർ a⁻m into n ആണ്. ഈ പവറുകൾ തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം, പവറുകൾ തമ്മിൽ ഗുണിക്കാം. അപ്പോൾ 2⁻³ into 3 into 5/3 എന്ന് എഴുതാം. 2⁻³ into 5/3 എന്ന് എഴുതാം. 2⁻³ into 5/3. ഇനി 3 3 കട്ട് ചെയ്യാം. 3 3 കട്ട് ചെയ്ത് ബാക്കി ആൻസർ എത്ര കിട്ടും? 2⁻5 കിട്ടും. ആൻസർ 2⁻5 കിട്ടും. 2⁻5 എന്ന് പറഞ്ഞാൽ 2നെ 5 തവണ ഗുണിക്കുക. 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2. അപ്പൊ എത്ര കിട്ടും? 32 കിട്ടും. 2നെ 5 തവണ ഗുണിക്കുമ്പോ എത്ര കിട്ടും? 32 കിട്ടും. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാലോ. യെസ്, സ്പീഡ് കൂടുതലാണോ? ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. 1/27 1/27 the whole raised to minus 2/3. 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 എങ്ങനെ ചെയ്യുന്നത്? 27 മുകളിൽ പോയി കഴിഞ്ഞാൽ 2/3 ആകും. 27 നമുക്ക് 3⁻³ എന്ന് എഴുതാം. 3 3 വെട്ടി 3⁻² വരും. അതായത് ഫൈനൽ ആൻസർ 9 വരും അല്ലെ? ഫൈനൽ ആൻസർ 9 വരും. 1/27 the whole raised to minus 2/3. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9. 9. ആൻസർ എത്ര കിട്ടി? 9 അല്ലേ? ഓക്കെ, ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 27 raised to minus 2/3 മുകളിൽ പോകുമ്പോൾ എന്താവും? 27 raised to 2/3 എന്നാവും. ഈ മൈനസ് മുകളിൽ പോയപ്പോൾ പ്ലസ് ആയി. അടുത്ത സ്റ്റെപ്പിൽ 27 നമുക്ക് എങ്ങനെ എഴുതാം? 3⁻³ എന്ന് എഴുതാം. 27 എന്ന് പറഞ്ഞാൽ 3 ഗുണം 3 ഗുണം 3 ആണല്ലോ 27. 3 ഗുണം 3 9, 9 ഗുണം 3 27. 27 നമുക്ക് എങ്ങനെ എഴുതാം? 3⁻³ എന്ന് എഴുതാം. റൈസ് മുകളിൽ വീണ്ടും ഒരു 2/3 എന്ന് വരും. അതിനെങ്ങനെ എഴുതാം? 3⁻³ into എഴുതാം. 3 3 വെട്ടി ലാസ്റ്റ് എന്ത് വരും? 3⁻² എന്ന് വരും. 3⁻² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. മനസ്സിലായോ? നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് അതേപോലെ തന്നെ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 3⁻n is equal to 729. 3⁻n is equal to 729. ആയാൽ n-ന്റെ വില എത്ര?
3 റൈസ് ടു n is equal to 729 ആയാൽ എന്നിന്റെ വില എത്ര? 3 റൈസ് ടു n is equal to 729, 729. Then find the value of n. 3 റൈസ് ടു n is equal to 729 ആയാൽ എന്നിന്റെ വില എന്ത്? 3 റൈസ് ടു n is equal to 729 ആയാൽ എന്നിന്റെ വില എത്ര? 3 റൈസ് ടു n is equal to 729 ആയാൽ എന്നിന്റെ വില എന്ത്? 3 റൈസ് ടു n is equal to 729 ആയാൽ എന്നിന്റെ വില. Then find the value of 3 raised to n is equal to 729. Find the value of n. Then find the value of n. If 3 raised to n is equal to 729, then find the value of n. 3 raised to n is equal to 729. 3 raised to n is equal to 729 ആയാൽ എന്റെ വില എന്ത്? അപ്പൊ എങ്ങനെ ചെയ്യുന്നത്? നേരത്തെ ഒരു സംഭവം നമ്മൾ പഠിച്ചായിരുന്നല്ലോ. രണ്ട് പവറുകൾ തുല്യമാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് പവറുകൾ തുല്യമാക്കി എഴുതി കഴിഞ്ഞാൽ അതിന്റെ ബേസ് തുല്യമാണെങ്കിൽ പവറും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 729നെ 3ന്റെ പവറാക്കി എഴുതാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, 729നെ 3ന്റെ പവറായി എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. അതെങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? 729നെ 3ന്റെ പവറാക്കി എഴുതാൻ പറ്റുമോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? നമുക്ക് 729നെ എന്ത് ചെയ്യാം? 729നെ ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, 729നെ ഫാക്ടറൈസ് ചെയ്യാം, ഘടകങ്ങളാക്കാം. 729നെ ഘടകങ്ങളാക്കാം. ആദ്യം 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കുമ്പോ എത്ര കിട്ടും? 729നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 243. ഇനി അതിനു മുമ്പ് നമ്മൾ ഒരു ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചായിരുന്നല്ലോ. അത് വെച്ചിട്ട് 729നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാലോ. എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? 7 2 9, 9 9 18. 18നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, ഇനി 243 കിട്ടി. അതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. 2 4 6, 6 3 9. ഓക്കെ, 2 4 6. അപ്പൊ വീണ്ടും പറ്റുമല്ലോ, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. വീണ്ടും നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 81 കിട്ടും അല്ലെ? ഇനി 81നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നമുക്കറിയാം. എത്ര കിട്ടും? 27. വീണ്ടും 3 കൊണ്ട് ഹരിക്കുക എത്ര കിട്ടും? 9 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഹരിക്കുക എത്ര കിട്ടും? 3 കിട്ടും. നിർത്താലോ, അവിടെ വെച്ച് നിർത്താലോ. അപ്പൊ എത്ര 3 വന്നു? 1 2 3 4 5 6. 3 എത്ര തവണ വന്നു? 3 റൈസ് ടു n is equal to 729 പകരം നമുക്ക് എന്ത് എഴുതാം? 3 എത്ര തവണ വന്നു? 1 2 3 4 5 6. 3 റൈസ് ടു 6 എന്ന് എഴുതാലോ. അപ്പൊ 729 പകരം നമ്മൾ എങ്ങനെ എഴുതി? 3 റൈസ് ടു n is equal to 3 റൈസ് ടു 6 എന്ന് എഴുതി. ഓക്കെ, നേരത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. a റൈസ് ടു m is equal to a റൈസ് ടു n ആണെങ്കിൽ, അതായത് ബേസ് രണ്ടും സെയിം ആണെങ്കിൽ പവറും സെയിം ആയല്ല പറ്റൂ. അതായത് 3 റൈസ് ടു n is equal to 3 റൈസ് ടു 6 ആണെങ്കിൽ എന്നിന്റെ വില എന്തായിരിക്കും? n is equal to 6 ആയിരിക്കും. 3 റൈസ് ടു n is equal to 3 റൈസ് ടു 6 ആണെങ്കിൽ താഴെ രണ്ടും ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ മുകളിലും ഒരുപോലെ ആയിരിക്കും. n is equal to 6 ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റൻ കൂടെ എഴുതിക്കോ. 2 റൈസ് ടു k is equal to 128. 2 റൈസ് ടു k is equal to 128 ആയാൽ k യുടെ വില. 2 റൈസ് ടു k is equal to 128 ആയാൽ k യുടെ വില എന്ത്? 2 റൈസ് ടു k is equal to 128 ആയാൽ k യുടെ വില എന്ത്?
2 raised to k is equal to 128 ആയാൽ k യുടെ വില 2 raised to k is equal to 128 ആയാൽ k യുടെ വിലയുണ്ട്. 2 raised to k is equal to 128 ആയാൽ k യുടെ വിലയുണ്ട്. k is equal to 128 ആയാൽ k യുടെ വിലയുണ്ട്. എന്ത് കിട്ടി? k യുടെ വില 7 കിട്ടി അല്ലെ? ഉത്തരം ശരിയാണ്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 128നെ ഫാക്ടറൈസ് ചെയ്യാം അല്ലെ? 128നെ ഫാക്ടറൈസ് ചെയ്യാൻ 2 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ എത്ര കിട്ടും? 64 കിട്ടും. വീണ്ടും 2 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ 32. വീണ്ടും 2 കൊണ്ട് എഴുതിയാൽ 16. വീണ്ടും 2 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ 8. 8. വീണ്ടും 2 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ 4. 2 കിട്ടും. അപ്പൊ എത്ര 2 വന്ന്? 1, 2, 3, 4, 5, 6, 7. അപ്പൊ 2 raised to k is equal to നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 7 എന്ന് എഴുതാം. അപ്പൊ 2 raised to k is equal to 2 raised to 7 എന്നാണെങ്കിൽ k is equal to എന്ത് എഴുതാം നമുക്ക്? k is equal to 7 എന്ന് എഴുതാം. ബേസ് 2 സെയിം ആണ്. ബേസ് 2 സെയിം ആയതുകൊണ്ട് പവറും സെയിം ആയേ പറ്റൂ. അതുകൊണ്ട് k is equal to 7. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ? ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. റൂട്ട് ഓഫ് 3 raised to n റൂട്ട് ഓഫ് 3 raised to n is equal to 243. റൂട്ട് ഓഫ് 3 raised to n is equal to 243 ആയാൽ എന്നിന്റെ വില. റൂട്ട് ഓഫ് 3 raised to n is equal to 243 ആയാൽ എന്നിന്റെ വില എത്ര? റൂട്ട് ഓഫ് 3 raised to n is equal to 243 ആയാൽ എന്നിന്റെ വില എത്ര? റൂട്ട് ഓഫ് 3 raised to n is equal to 243 ആയാൽ എന്നിന്റെ വില എത്ര? റൂട്ട് ഓഫ് 3 raised to n is equal to 243 ആയാൽ എന്നിന്റെ വില. ഓക്കെ 243 ആയാൽ എന്റെ വില എത്ര? ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം നമുക്ക്? റൂട്ട് ഓഫ് 3 raised to n അതിനെ എങ്ങനെ എഴുതാം നമുക്ക്? റൂട്ട് ഓഫ് 3 raised to n റൂട്ട് ഓഫ് 3 raised to n നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3 raised to n നെ എങ്ങനെ എഴുതാം നമുക്ക്? എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3 raised to n നെ എങ്ങനെ എഴുതാം? 3 raised to n/2 എന്ന് എഴുതാം അല്ലെ? റൂട്ട് ഓഫ് 3 raised to n നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3 raised to n നെ 3 raised to n/2 എന്ന് എഴുതാം. ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. ഇപ്പൊ റൂട്ട് ആയതുകൊണ്ട് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റൂട്ട് ആയതുകൊണ്ട് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് അങ്ങ് പോകും കേട്ടോ. റൂട്ട് ആയതുകൊണ്ട് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് അങ്ങ് പോകും. അങ്ങനെ ചെയ്യാം നമുക്ക്. അതല്ല ഈ രീതിയിൽ നമ്മൾ വേണം തൽക്കാലത്തേക്ക് നമുക്ക് ഇക്വേഷൻ പഠിച്ച് നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ റൂട്ട് ഓഫ് 3 raised to n നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to n/2 എന്ന് എഴുതാം. എങ്ങനെ? നേരത്തെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചില്ലേ? റൂട്ട് ഓഫ് x raised to n അതിന്റെ എന്തുവായിരുന്നു? x raised to n/2 അല്ലായിരുന്നോ? റൂട്ട് ഓഫ് x raised to n നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? എഴുതിയില്ലേ? എന്തായിരുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ? റൂട്ട് ഓഫ് x raised to n ന്റെ x raised to n/2 അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് റൂട്ട് ഓഫ് 3 raised to n നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to n/2 എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പില് 243 നമുക്ക് എങ്ങനെ എഴുതാം? ഘടകങ്ങളാക്കി
243 ഘടകങ്ങളാക്കി കഴിഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? ഫാക്ടേഴ്സ് ആക്കിയിട്ട് 243 നമുക്ക് 243 എന്ന് പറഞ്ഞാല് 3 കൊണ്ട് അല്ലെ എത്ര കിട്ടും? 81 കിട്ടും. വീണ്ടും 3 കൊണ്ട് 27 വീണ്ടും 3 കൊണ്ട് 9 3 3. അപ്പൊ എത്ര തവണ? 1 2 3 4 5 അല്ലേ? 5 തവണ. 243 നമുക്ക് 3⁵5 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അത്രയും ഓക്കെ ആണല്ലോ. അത്രയും ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3n/2 എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? 3⁵5 എന്ന് എഴുതാം. നോക്കിയേ, അപ്പോൾ 3n/2 ഈസ് ഈക്വൽ ടു 3⁵5. ഇങ്ങനെ കിട്ടിയല്ലോ. 3n/2 ഈസ് ഈക്വൽ ടു 3⁵5 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേസ് രണ്ടും സെയിം ആണെങ്കിൽ, താഴെ രണ്ടും സെയിം ആണെങ്കിൽ മുകളിൽ നമുക്ക് സെയിം ആക്കി എഴുതാമല്ലോ. n/2 ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം അല്ലേ? n/2 ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. അതിൽ നിന്ന് n ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ടങ്ങ് അപ്പുറം കൊണ്ട് 5 × 2 എന്ന് എഴുതാം. ഈ രണ്ടങ്ങ് അപ്പുറം കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. 2 ഇവിടെ ഹരിച്ചിരിക്കുകയാണ്, ഇവിടെ /2 ആണ്. അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? × 2 ആവും. അപ്പൊ 5 × 2 എന്ന് എഴുതാം നമുക്ക്. അതായത് 5 × 2 10. അപ്പൊ എന്നിന്റെ വില നമുക്ക് കിട്ടി എത്രയാണ്? 10. n കിട്ടി 10. n ഈസ് ഈക്വൽ ടു 10. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, ആർക്കെങ്കിലും ഇതൊന്നുകൂടി പറയണോ? ആർക്കെങ്കിലും ചെറുതായിട്ടൊന്ന് കൈപൊക്കിയേ. ആർക്കെങ്കിലും ഇതൊന്നുകൂടി പറയണമെങ്കിൽ ജസ്റ്റ് ഒരു കൈ കാണിച്ച ഗ്രൂപ്പിൽ ഒന്നുകൂടി പറയണോ? യെസ്, ഒന്നുകൂടി പറയണം എന്നല്ലേ? പറയണം. യെസ്, ഒന്നുകൂടി പറയാം. യെസ്, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. യെസ്, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയണമെന്നല്ലേ? യെസ് എല്ലാം ഒന്നുകൂടി പറയാനല്ലേ? യെസ്, അതെന്ന് പറഞ്ഞാലേ ഒന്നുമില്ല, അതാ സിമ്പിൾ ആണ്. √x നമുക്ക് എങ്ങനെ എഴുതാം? √x നിങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞോ. √x നമുക്ക് എങ്ങനെ എഴുതാം? √x എങ്ങനെ എഴുതാൻ പറ്റും? x⁻²1/2 എന്ന് എഴുതാം അല്ലെ? √x x⁻² എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ √x⁻n എങ്ങനെ എഴുതാം? √x⁻n x⁻n എഴുതി, അതിന്റെ മുകളിൽ വീണ്ടും എന്ത് വരും? അതിന്റെ മുകളിൽ റൂട്ട് വന്നുകൊണ്ട് ഒരു 1/2 എന്ന് വരും. x⁻n അതുപോലെ തന്നെ എഴുതി, റൂട്ട് വന്നുകൊണ്ട് റൂട്ട് വന്നാൽ നമ്മൾ എന്ത് എഴുതും? എപ്പോ റൂട്ട് വന്നാലും അതിന്റെ മുകളിൽ നമ്മളൊരു 1/2 കൊടുക്കും. എപ്പോ റൂട്ട് വന്നാലും അതിന്റെ മുകളിൽ 1/2 കൊടുക്കും. അപ്പൊ x⁻n അതുപോലെ തന്നെ എടുത്ത് എഴുതി, പിന്നെ റൂട്ട് വന്നുകൊണ്ട് ഒരു 1/2 കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n × 1/2 കിട്ടും. അതായത് x⁻n/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ √x⁻n എങ്ങനെ എഴുതാം? x⁻n/2. ഇത് ഓക്കെ ആണോ എല്ലാവർക്കും? ഇത് ഓക്കെ ആണോ? √x⁻n = x⁻n/2 എന്ന് കിട്ടും. അത് ഓക്കെ ആണോ? അതാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതാർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? √x⁻n = x⁻n/2. അത് ഓക്കെ ആണല്ലോ? അതൊക്കെ അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് √x⁻n = x⁻n/2 ആണല്ലോ. അതുപോലെ ഇവിടെ എന്താ എഴുതാം? 3⁻n/2 എന്ന് എഴുതാമല്ലോ. ഇതിനെ 3⁻n/2 എന്ന് എഴുതാലോ? ഓക്കെ ആണോ? ഇതിനെ 3⁻n/2 എന്ന് എഴുതിയത് ഓക്കെ ആണോ? ഓക്കെ ആണോ ഐശ്വര്യ? 3⁻n/2 എന്ന് എഴുതിയത് ഓക്കെ ആണോ? √3⁻n നെ 3⁻n/2 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് 243 നമുക്ക് എങ്ങനെ എഴുതാം? 243 3⁻4 അല്ലല്ലോ 5 അല്ലേ? 3⁵5 എന്ന് എഴുതി. 243 3⁵5 എന്ന് എഴുതി. ഇനി നോക്കിയേ, ബേസ് രണ്ടും സെയിം ആയതുകൊണ്ട് പവറും സെയിം ആയിരിക്കണമല്ലോ. അതായത് n/2 = 5 എന്ന് കിട്ടും. താഴെ രണ്ടിടത്തും 3 വന്നിരിക്കുന്നത്, അതുകൊണ്ട് മുകളിലും സെയിം ആയിരിക്കണം. അതുകൊണ്ട് n/2 = 5 എന്ന് എഴുതി. അതിൽ നിന്ന് n = എന്ത് എഴുതാം? 5 അതുപോലെ തന്നെ എഴുതി. ഈ /2 അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? × 2 ആവും. 5 × 2 10.
മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? നേരത്തെ ഇട്ടാത്തവർക്ക് ഇപ്പൊ ഓക്കെ ആയല്ലോ. ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ 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 ഓക്കെ. നിങ്ങള് പിന്നെ നിങ്ങൾക്ക് ബോർഡ് മാസ് ഇത് LGS വേണ്ടിയിട്ടാണ്, LGS ബാച്ചിന് വേണ്ടിയിട്ടാണ്. LGS ബാച്ചിന് നമുക്ക് ബോർഡ് മാസ് എടുത്തിട്ടില്ലായിരുന്നല്ലോ അല്ലെ? ബോർഡ് മാസ് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ബോർഡ് മാസിന്റെ കുറെ സംശയങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ച കണ്ടു. അപ്പൊ അതിനോടനുബന്ധിച്ച് ബോർഡ് മാസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കത് ഒറ്റ ടൈപ്പേ ഉള്ളു. അത് മാക്സിമം ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ടോപ്പിക് ആയിട്ട് എടുക്കാൻ. അതുകൊണ്ടാണ് അതൊരൊറ്റ റൂളേ ഉള്ളു. ആ റൂള് വെച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് ആ റൂള് ജസ്റ്റ് ഒന്ന് പറയാം. ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് കണക്കിൽ ക്രിയകൾ ചെയ്യാൻ ഒരു അടിസ്ഥാന നിയമമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു നിയമം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ കണക്കിൽ ക്രിയകൾ ചെയ്യുന്നത്. കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല. ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ നിയമത്തിന് പറയുന്ന പേരാണ് ബോർഡ് മാസ്. ബോർഡ് മാസ് പിന്നെ കൊച്ചു ക്ലാസ്സിൽ, വളരെ കൊച്ചു ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ട് ഡി മാസ് എന്നൊക്കെ പഠിക്കും. അതായത് നമ്മൾ ഈ CBSE ICSE ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അറിയായിരിക്കും. അവരെ പഠിപ്പിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. അവിടെ നമ്മൾ ഡി മാസ് എന്ന് ആദ്യം പഠിക്കുന്നത്. ആദ്യമേ ബോർഡ് മാസ് പഠിക്കത്തില്ല. ആദ്യം ഡി മാസ് ആ പഠിക്കുന്നത്, പിന്നെ ബോർഡ് മാസ് ആക്കുന്നത്. ഡി മാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബോർഡ് മാസ് തന്നെ ആദ്യം പറയാം. ബ്രാക്കറ്റ് ഓഫ്, ഈ ഓഫിന് ഓർഡർ എന്നും ചിലയിടത്ത് പറയുന്നുണ്ട്. ബ്രാക്കറ്റ് ഓഫ് ചിലയിടത്ത് ഓർഡർ എന്നും പറയുന്നുണ്ട്. ചെയ്യാം ഇത് ചെയ്യാം. നവ്യേ അത് ചെയ്യാം നമുക്ക്. അപ്പൊ ഓർഡർ എന്നും പറയുന്നുണ്ട്. അപ്പൊ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ എന്നാ പറയുന്നത്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. അപ്പൊ ഈ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ചിലയിടത്ത് ഓർഡർ എന്ന് പറയുന്നുണ്ട്. ഓർഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ വരും. റൂട്ടും സ്ക്വയറും പവറും എക്സ്പോണന്റും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതല്ല, സിമ്പിൾ ആയിട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ ഒരു സംഭവമാണ് ഈ ഓഫ് എന്ന് പറഞ്ഞാൽ. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് 1/2 ഓഫ് 6. ഇത് നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? 1/2 ഓഫ് 6 6ന്റെ എന്നാണ്, 6ന്റെ 2 6ന്റെ 2 1/2 ഓഫ് 6 1/2 ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6ന്റെ 2 ഇത് നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? 6ന്റെ 2 എങ്ങനെ? 6 ഗുണം 2 അല്ലേ? 6ന്റെ 2 നിങ്ങൾ ചെയ്യുന്നത് അങ്ങനല്ലേ? 6 ഗുണം 2 അല്ലേ? 6ന്റെ 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത്? 6 ഗുണം 2 അല്ലേ? അപ്പൊ അതുപോലെ 1/2 ഓഫ് 6 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് 1/2 into 6 ആണ്. ഓക്കെ, 1/2 ഓഫ് 6 എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത്, അവിടെ ചെയ്യുന്നത് 1/2 into 6 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. ഇനി പറയാം ബോർഡ് മാസ് എന്താന്ന് പറയാം. ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഒരു കണക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യണം, പിന്നെ ഓഫ് ആയിട്ട് തന്നിരിക്കുന്നത് ചെയ്യണം, പിന്നെ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ അഡിഷൻ ചെയ്യണം, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യണം. ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം, പിന്നെ ഓഫ് ചെയ്യണം, പിന്നെ ഡിവിഷൻ ഹരിക്കാനുള്ള ഹരിക്കണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കണം, പിന്നെ അഡിഷൻ പിന്നെ കൂട്ടണം, അവസാനം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ കൂട്ടാനും കുറയ്ക്കാനുള്ളത് അവസാനമേ ചെയ്യാവുള്ളൂ. ആദ്യം ഹരിക്കാനുള്ളത് ചെയ്യണം, പിന്നെ ഗുണിക്കാനുള്ളത്, എന്നിട്ടേ കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ. അതാണ് അതിന്റെ ഒരു ഓർഡർ. ഇനി ഇപ്പൊ ബ്രാക്കറ്റ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സംശയമില്ല. ബ്രാക്കറ്റിൽ സംശയം വരും. ബ്രാക്കറ്റ് തന്നെ 4 രീതിയിലുണ്ട്. ഒന്ന് ഈ ഒരു വര വരും, ഇത് ലൈൻ ബ്രാക്കറ്റ്. അപ്പൊ ആദ്യം ലൈൻ ബ്രാക്കറ്റ് വരും, പിന്നെ രണ്ടാമത് സിമ്പിൾ ബ്രാക്കറ്റ് വരും, പിന്നെ മൂന്നാമത് കേർലി ബ്രാക്കറ്റ് വരും, നാലാമത് സ്ക്വയർ ബ്രാക്കറ്റ് വരും. അപ്പൊ ഇതാണ് ബ്രാക്കറ്റിന്റെ ഓർഡർ. അപ്പൊ വരുവാണെങ്കിൽ ബ്രാക്കറ്റ് കുറെ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യണ്ടേ? ആദ്യം ലൈൻ ബ്രാക്കറ്റ് ചെയ്യണം, പിന്നെ സിമ്പിൾ ബ്രാക്കറ്റ് ചെയ്യണം, പിന്നെ കേർലി ബ്രാക്കറ്റ് ചെയ്യണം, അവസാനം എന്ത് ചെയ്യണം?
ലാർജ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യണം. ഇതാണ് ബ്രാക്കറ്റിന്റെ ഓർഡർ. എക്സാമ്പിൾ ഇപ്പം 3 - 2 എന്ന് വരികയാണ്. 5 + 3 - 2, ആ 3 - 2 ഒരു ബ്രാക്കറ്റ് പ്ലസ് വലിയൊരു ബ്രാക്കറ്റിനകത്ത് 6 - 7 വീണ്ടും ഒരു ബ്രാക്കറ്റിനകത്ത് ഇൻറ്റു 3 മൈനസ് വീണ്ടും 2 - 3. ആണ്ടാ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ 3 - 2 ചെയ്യണം. ഓക്കെ, ആദ്യം 3 - 2 ഫസ്റ്റ് ഇത് ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം, പിന്നെ രണ്ടാമത് ഏത് ചെയ്യണം? രണ്ടാമത് ഈ സിമ്പിൾ ബ്രാക്കറ്റ് ഉണ്ടല്ലോ ഇത് ചെയ്യണം. മൂന്നാമത് ഏത് ചെയ്യണം? മൂന്നാമത് ഈ കേർലി ബ്രാക്കറ്റ് ചെയ്യണം. നാലാമതേ എങ്ങോട്ട് വരാവുള്ളൂ? നാലാമതേ ഈ ലാർജ് ബ്രാക്കറ്റ് ചെയ്യാവുള്ളൂ. മനസ്സിലായോ? ബ്രാക്കറ്റിന്റെ ഐഡിയ മനസ്സിലായോ? ഏതൊക്കെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യേണ്ടത്, ഏതാ അവസാനം ചെയ്യേണ്ടത് മനസ്സിലായോ? 4 തരം ബ്രാക്കറ്റ് ഉണ്ട്. ആ 4 തരം ബ്രാക്കറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. പിന്നെ ഇതിനകത്ത് എത്രത്തോളം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം അത് തറവാം. അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ കാണിച്ച ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ എന്ന് പറയാമോ? ഗ്രൂപ്പിലുള്ള ക്വസ്റ്റ്യൻ എത്ര ആയിരുന്നു? ഗ്രൂപ്പിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ എത്ര ആയിരുന്നു? 3 - 3 plus 3 of 3 divided by 3 of 3 into 3. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ആരെ ഉറക്കപ്പിച്ചായല്ലോ. നമ്മൾ ഇത്രയും നേരം നല്ല എനർജറ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഉറക്കമായോ? സംസാരത്തിലൊക്കെ ഉറക്കപ്പിച്ച് വന്ന് തുടങ്ങിയല്ലോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? 3 + 3 ഓഫ് 3 പിന്നെ ഡിവൈഡഡ് ബൈ 3 ഓഫ് 3 into 3. അപ്പൊ അതാണ് സംഭവം. 3 + 3 ഓഫ് 3 ഡിവൈഡഡ് ബൈ 3 ഓഫ് 3 into 3. ഇതാണ് സംഭവം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഓഫ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3 + 3 ഓഫ് എന്നുള്ളത് വരെ ഇൻറ്റു, ഓഫിന് വരെ ഇൻറ്റു കൊടുത്തു, ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ വീണ്ടും 3 വീണ്ടും ഓഫിന് പകരം ഇൻറ്റു 3 പിന്നെ ലാസ്റ്റ് ഇൻറ്റു 3 ആണോ? യെസ്, ലാസ്റ്റ് ഒരു ഇൻറ്റു 3 ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്യാനുള്ളത് ചെയ്യാം. ആദ്യത്തെ 3 അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഓഫ് ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം ആ 3 അങ്ങനെ തന്നെ എഴുതി. പിന്നെ രണ്ടാമത് 3 അത് എഴുതി, ഒരു ഇൻറ്റു എഴുതി. ആദ്യം ഡിവിഷൻ ആണല്ലോ ചെയ്യുന്നത്. പറഞ്ഞോ 6 അല്ലേ വരുന്നത്? എവിടെ ആയിരുന്നു ആൻസർ? 6 ചെയ്ത് നോക്കിയിട്ട് പറയാം. നമുക്ക് ചെയ്തിട്ട് പറയാം. ചെയ്ത് നോക്കിയിട്ട് പറയാം. 6 നമുക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. 3 ഓഫ് ചെയ്ത് നോക്കിയിട്ട് പറയാം. 3 of 3 നെയ്മ 3 into 3 നമ്മ ചെയ്യണ്ട. അപ്പൊ 9 ആക്കിയിട്ടുണ്ടേ. 3 ഓഫ് 3 3 into 3 എന്ന് എഴുതാം. നമുക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻറ്റും ഡിവിഷനും അല്ലേ വരുന്നത്. അതിൽ ഡിവിഷനല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ എഴുതിയതിനു ശേഷം ഡിവിഷൻ ചെയ്തതിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ? അതാണ് സംഭവം. ഈ ഓഫ് മെയിൻ ആയിട്ട് വരുന്ന എപ്പോഴാണ് അറിയാമോ? ഓഫ് മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റിനകത്ത് കുറച്ച് സംഭവം വരും. മനസ്സിലായില്ലേ? എന്നിട്ട് അതിന്റെ വെളിയിൽ ഇപ്പൊ 3 - 3 into 3 ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഓഫ് വന്നതുകൊണ്ട് ആദ്യം ഈ ബ്രാക്കറ്റിനകത്തുള്ളത്, പിന്നെ അതിനെ ആ ഇൻറ്റു 3 ഇൻറ്റു ഈ ബ്രാക്കറ്റ് വരുന്ന ഇത്രയും സംഭവങ്ങൾ ഇത് ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പൊ മെയിൻ ആയിട്ട് ബ്രാക്കറ്റ് വരുമ്പോഴാണ് ഓഫിന്റെ ഒരു ഉപയോഗം വരുന്നത്. ഓക്കെ, നവ്യ നമ്മള് 3 ഇൻറ്റു ആണ് ഇടുന്നത്. ഇൻറ്റു വെച്ചിട്ട് ഓഫ് എന്ന് പറഞ്ഞാല് ഓർഡർ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ശരിക്കും ഓർഡർ ഓഫ് എന്നാണ് മീനിങ് വരുന്നത്. പക്ഷെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇൻറ്റു ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ 3 ഓഫ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 ഇൻറ്റു 3/3 എത്ര വരും? 3/3 1 വരും.
ഇനി ഇൻറ്റു വീണ്ടും എന്ത് വരും 3 × 3. ഓക്കെ, അപ്പൊ 3 × 3 9, 9 × 3 27, 27 + 3 30 ആണ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നത്. 30 ആണ് വരുന്നത്. ഓക്കെ, ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ നമുക്ക് ചെയ്യാം. ബോർഡ് മാസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആണെങ്കിൽ ഒരു ക്ലാസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളു. ഡീറ്റെയിൽ ആയിട്ട് പലതരം ടഫ് ക്വസ്റ്റ്യൻസ്, ബോർഡ് മാസിന്റെ ടഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് പിടികിട്ടും. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലുക്ക് പോലെ ഒന്ന് പറഞ്ഞതേ ഉള്ളു. നിങ്ങൾക്ക് അത് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളു. LGS വേണ്ടിയിട്ട് പറഞ്ഞതാ. ഓക്കെ, ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഗ്രൂപ്പിൽ അറിയിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ തൽക്കാലം ഇത്ര നിൽക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്, താങ്ക് യു.